യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് വിശുദ്ധ പത്രോസ്ലീഹ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? എങ്ങനെയൊക്കെ ശുശ്രൂഷകൾ ചെയ്തു? ഒടുവിൽ എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. യേശുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ് വിശുദ്ധ പത്രോസ്ലീഹ. പത്രോസ്ലീഹ ഗലീലയിലെ ബെത്സൈദ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷീമോൻ എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് യോനാൻ. ബൈബിളിൽ പലയിടത്തും യോനാന്റെ പുത്രനായ ഷീമോൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് എങ്ങും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് അന്ത്രയോസ്. പത്രോസ് വിവാഹിതനായിരുന്നു എന്ന് സുവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നു. യേശു പത്രോസിന്റെ അമ്മായിയെ പനിയിൽ നിന്ന് സുഖപ്പെടുത്തിയ സംഭവം ഇതിന് തെളിവാണ്. ഇത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ളതിൽ നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ് സഹോദരനായ അന്ത്രയോസിനോടൊപ്പം ഗലീലിയ കടലിൽ മീൻപിടുത്തക്കാരനായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹം നല്ല വിനയമുള്ളവനും എന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരനുമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് പത്രോസ് യേശുവിനെ നേരിട്ട് കണ്ടെത്തുകയല്ല ചെയ്തത്. ഇത് യോഹന്നാൻ 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ളതിൽ വിശദീകരിക്കുന്നു. പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. യേശുവാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് മനസ്സിലാക്കിയ അന്ത്രയോസ് ആദ്യം ചെയ്തത് തന്റെ സഹോദരനായ ശിമയോനെ തിരഞ്ഞു പിടിക്കുകയായിരുന്നു. ഞങ്ങൾ മിശിഹായെ കണ്ടുവെന്ന് ആവേശത്തോടെ പറഞ്ഞുകൊണ്ടാണ് അന്ത്രയോസ് പത്രോസിനെ യേശുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. യേശു ശിമയോനെ കണ്ട മാത്രയിൽ തന്നെ, നീ യോനാന്റെ പുത്രനായ ശിമയോനാണ്, നീ കേപ്പ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. കേപ്പ എന്നത് അരാമിക് വാക്കാണ്. ഇതിന്റെ ഗ്രീക്ക് പരിഭാഷയാണ് പെത്രോസ്. മലയാളത്തിൽ ഇതിനർത്ഥം പാറ എന്നാണ്. ബൈബിൾ ചരിത്രത്തിൽ ഒരാളുടെ പേര് ദൈവം മാറ്റുന്നത് അയാൾക്ക് ഒരു വലിയ ദൗത്യം നൽകപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന് അബ്രാം എന്നത് അബ്രഹാം ആയതും യാക്കോബ് ഇസ്രയേലായതും. പത്രോസ് ഭാവിയിൽ സഭയുടെ ഉറപ്പുള്ള അടിത്തറയാകുമെന്ന് യേശു മുൻകൂട്ടി കണ്ടിരുന്നു. യേശുവുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പത്രോസ് തന്റെ മീൻപിടുത്ത ജോലി തുടരുകയായിരുന്നു. എന്നാൽ ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്ന അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷമാണ് പത്രോസ് പൂർണ്ണമായി യേശുവിനെ അനുഗമിക്കുന്നത്. ഒരിക്കൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീൻ കിട്ടാതിരുന്ന പത്രോസിനോട് വലയിറക്കാൻ യേശു പറഞ്ഞു. ഇതു കേട്ട പത്രോസ് വലയിറക്കുകയും വല കീറിപ്പോകത്തക്ക വിധം വലിയ തോതിൽ മീൻ ലഭിക്കുകയും ചെയ്തു. ഇത് കണ്ട പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. അപ്പോൾ യേശു അവനോട്, ഭയപ്പെടേണ്ട എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ആ നിമിഷം മുതൽ പത്രോസ് തന്റെ വലയും പടവുകളും ഉപേക്ഷിച്ച് യേശുവിന്റെ നിഴലായി മാറി. ഒരിക്കൽ ഫിലിപ്പിയിലെ കേസറിയായിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് കേട്ട് മറ്റുള്ളവർ മടിച്ചു നിന്നപ്പോൾ പത്രോസ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ മറുപടി കേട്ട യേശു പത്രോസിനോട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിലെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇത് മത്തായി 16 മുതൽ 19 വരെ നമുക്ക് കാണാൻ സാധിക്കും. 12 ശിഷ്യന്മാരിൽ യേശു തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രമാണ് കൂടെ കൂട്ടിയത്. ഒരിക്കൽ യേശു കടലിന് മുകളിലൂടെ നടന്നു വരുന്നത് കണ്ട ശിഷ്യന്മാർ പേടിച്ചു ഭയന്ന സമയത്ത് പത്രോസ് യേശുവിനോട്, യേശുവേ, ഞാനും വരുന്നു എന്ന് പറയുകയും യേശു വിളിച്ചപ്പോൾ കടലിന് മുകളിലൂടെ നടക്കാൻ ധൈര്യം കാണിച്ചുവെങ്കിലും കാറ്റും തിരയും കണ്ട് ഭയന്നപ്പോൾ പത്രോസ് മുങ്ങിപ്പോവുകയും യേശു അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തുകയും ചെയ്തു. ഒരിക്കൽ യേശു തന്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും കുറിച്ച് സംസാരിച്ചപ്പോൾ പത്രോസ് അത് തടയാൻ ശ്രമിച്ചു. കർത്താവേ, ഇത് നിനക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞ് യേശുവിനെ ഉപദേശിക്കാൻ തുനിഞ്ഞ പത്രോസിനെ, സാത്താനെ, എന്റെ പിന്നിലേക്ക് മാറൂ എന്ന് പറഞ്ഞ് യേശുവിന് പത്രോസിനെ ശാസിക്കേണ്ടി വന്നു. ദൈവഹിതത്തെക്കാൾ മാനുഷികമായ ചിന്തകൾക്ക് പത്രോസ് മുൻഗണന നൽകിയ സന്ദർഭമായിരുന്നു അത്.
പിന്നൊരിക്കൽ യേശു മോശയോടും ഏലിയയോടും കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാതെ തന്നെ നമുക്ക് 3 കൂടാരങ്ങൾ പണിയാമെന്ന് ആവേശത്തോടെ പറഞ്ഞത് പത്രോസാണ്. ജായിറോസിന്റെ മകളെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചപ്പോൾ പത്രോസ് അവിടെ സാക്ഷിയായിരുന്നു. അതുമാത്രമല്ലാതെ എല്ലാം വിട്ടൊഴിഞ്ഞു വന്ന തനിക്കും ബാക്കിയുള്ള ശിഷ്യന്മാർക്കും നിത്യതയിൽ എന്ത് കിട്ടുമെന്നറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മനസ്സിൽ തോന്നുന്നത് എല്ലാം വിളിച്ചു പറയുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എങ്കിലും നല്ല വെളിപാടുമുണ്ടായിരുന്നു. നിത്യജീവമൊഴികൾ യേശുവിലുണ്ട് എന്നത് നന്നായി ഇദ്ദേഹം അറിഞ്ഞിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരെന്ന് ഇപ്പോൾ പറഞ്ഞാലേ പറ്റൂ എന്ന് ചോദിക്കാൻ യോഹന്നാനെ പ്രേരിപ്പിച്ചത് പത്രോസാണ്. യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശു ചിലരുടെ വീട്ടിൽ മാത്രമേ ചെന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ശീമോന്റെ വീടുമുണ്ട്. തന്റെ അമ്മായിയെ യേശു സുഖപ്പെടുത്തുന്നത് ഈ വീട്ടിൽ വെച്ചായിരുന്നു. അന്ത്യ അത്താഴത്തിന്റെ സമയത്ത് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങിയപ്പോൾ പത്രോസ് അത് തടഞ്ഞു. നീ ഒരിക്കലും എന്റെ പാദങ്ങൾ കഴുകരുത് എന്ന് അദ്ദേഹം വാശി പിടിച്ചു. തന്റെ ഗുരു ദാസനെ പോലെ താഴ്ന്നു വരുന്നത് അംഗീകരിക്കാൻ പത്രോസിന്റെ അഭിമാനത്തിന് കഴിഞ്ഞില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കില്ല എന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ്, കർത്താവേ, എന്നാൽ പിന്നെ എന്റെ കാലും കൈയും തലയും കൂടെ ചേർത്ത് കഴുകണമേ എന്നു പറഞ്ഞു. ശിഷ്യരോടൊപ്പം ഗെത്സമനി തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശുവിനെ പിടികൂടാനായി പടയാളികളും പുരോഹിതന്മാരും ആയുധങ്ങളുമായി വന്നത് കണ്ടപ്പോൾ പത്രോസിന് അത് സഹിക്കാനായില്ല. തന്റെ ഗുരുവിനെ സംരക്ഷിക്കണമെന്ന ആവേശത്തിൽ പത്രോസ് കൈവശമുണ്ടായിരുന്ന വാളൂരി അദ്ദേഹം പ്രധാന പുരോഹിതന്റെ ദാസനായ മാൽക്കസിന്റെ നേരെ വീശി. ആ വെട്ടിൽ മാൽക്കസിന്റെ വലത് ചെവി അറ്റുപോയി. പത്രോസിന്റെ ഈ പ്രവൃത്തി കണ്ട യേശു ഇടപെട്ടു. അക്രമത്തിലൂടെയല്ല തന്റെ രാജ്യം സ്ഥാപിക്കേണ്ടതെന്ന് യേശു പത്രോസിനെ പഠിപ്പിച്ചു. അതുമാത്രമല്ല, നിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. അവസാനമായി യേശു ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന സമയത്ത് പത്രോസ്, യേശുവെ, നിനക്കു വേണ്ടി എന്റെ ജീവനും തരും, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കാണുമെന്നു പറഞ്ഞു. ഒടുവിൽ ഗെത്സമേനയിൽ വെച്ച് യേശു പിടിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഭയന്നോടി. എന്നാൽ പത്രോസ് ദൂരെ നിന്ന് യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ വിസ്തരിക്കുന്ന പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ കൊട്ടാരമുറ്റത്ത് പത്രോസ് എത്തിച്ചേർന്നു. തണുപ്പുള്ള രാത്രിയായതിനാൽ അവിടെയുള്ള പണിക്കാർക്കും കാവൽക്കാർക്കുമൊപ്പം തീ കായുകയായിരുന്നു അദ്ദേഹം. താൻ മരിക്കേണ്ടി വന്നാലും യേശുവിനെ ഉപേക്ഷിക്കില്ല എന്ന് പത്രോസ് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഒരു വേലക്കാരി പെൺകുട്ടി പത്രോസിനെ നോക്കി പറഞ്ഞു, നീയും ആ ഗലീലിയക്കാരനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന ചോദ്യത്തിന് 1-ാം തവണ നീ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും, 2-ാം തവണ ആ മനുഷ്യനെ എനിക്കറിയില്ല എന്നും, 3-ാം തവണ ആ മനുഷ്യനെ എനിക്കറിയുകയേ ഇല്ല എന്നും പറഞ്ഞു. പത്രോസ് 3-ാം തവണയും യേശുവിനെ തള്ളിപ്പറഞ്ഞതും യേശു നേരത്തെ പ്രവചിച്ചതുപോലെ ഒരു പൂവൻ കോഴി കൂവി. ആ നിമിഷം വരാന്തയിലൂടെ കൊണ്ടുപോവുകയായിരുന്ന യേശു തിരിഞ്ഞു പത്രോസിനെ നോക്കി. ആ നിമിഷം യേശു പറഞ്ഞ വാചകം പത്രോസിന്റെ ഓർമ്മയിൽ വന്നു. ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. യേശുവിന്റെ ആ നോട്ടം പത്രോസിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. തന്റെ അഹങ്കാരവും ബലഹീനതയും അദ്ദേഹം തിരിച്ചറിഞ്ഞു. പത്രോസ് പുറത്തിറങ്ങി മനംനൊന്തു കരഞ്ഞു. ഈ കണ്ണീർ പത്രോസിനെ വിശുദ്ധിയിലിട്ട് നയിച്ച ആദ്യത്തെ പടിയായിരുന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ് തള്ളിപ്പറഞ്ഞു. എന്നാൽ യൂദാസ് നിരാശയിലേക്ക് പോയപ്പോൾ പത്രോസ് ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിച്ച് തിരികെ വന്നു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടയുടൻ പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഓടിയെത്തി. പത്രോസാണ് ആദ്യം അകത്ത് ചെന്ന് യേശുവിനെ അടക്കിയ സമയത്ത് ചുറ്റിയിരുന്ന തുണിയും തലയിൽ മൂടിയ തുണിയും കണ്ടത്. യേശുവിന്റെ ഉയർപ്പിന് ശേഷം പത്രോസ് തന്റെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയി. കൂടെ മറ്റ് 6 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും ലഭിച്ചില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ തിബരിയോസ് കടൽ തീരത്ത് ഒരാൾ നിൽക്കുന്നത് അവർ കണ്ടു. അത് യേശുവാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ പത്രോസ് കടലിലേക്ക് ചാടി നീന്തി തീരത്തെത്തി. തീരത്ത് അവർക്കായി യേശു മീനും അപ്പവും ചുട്ടുവച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ?
3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് 3 പ്രാവശ്യം തന്റെ സ്നേഹം ഏറ്റുപറയുവാൻ യേശു അദ്ദേഹത്തിന് ഒരു അവസരം നൽകി. 1 തവണ, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. അതിന് യേശു മറുപടിയായി, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 2 തവണ പത്രോസ് അതേ മറുപടി തന്നെ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, എന്റെ ആടുകളെ പാലിക്കുക. 3 തവണ പത്രോസ്, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. യൂദാസിന് പകരം മത്തിയാസിനെ ചീട്ടിട്ട് തെരഞ്ഞെടുത്തത് പത്രോസാണ്. അപ്പോസ്തല പ്രവൃത്തി ആദ്യ ഭാഗം മുഴുവനും പത്രോസിന്റെ പ്രവൃത്തിയെയും ശുശ്രൂഷയെയും കുറിച്ചാണ് പറയുന്നത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസ് ശ്ലീഹ ആദിമസഭയുടെ നട്ടെല്ലായി മാറി. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങിയില്ല, മറിച്ച് അത്ഭുത പ്രവൃത്തികളിലൂടെയും ധീരമായ നേതൃത്വത്തിലൂടെയും വ്യാപിച്ചു. ജെറുസലേമിലെ തെരുവുകളിൽ നിന്ന് അദ്ദേഹം നടത്തിയ ആദ്യ പ്രസംഗം കേട്ട് 3000-ഓളം പേർ മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. യഹൂദ പ്രമാണികളുടെയും രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് യേശുവാണ് ഏക രക്ഷകനെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പത്രോസിന്റെ ആദ്യ അത്ഭുതം, ദേവാലയത്തിലെ സുന്ദര കവാടത്തിൽ ഭിക്ഷ യാചിച്ചിരുന്ന മുടന്തനോട് പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എന്റെ പക്കലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ ഉടനെ നടന്നു. അതിനുശേഷം പത്രോസ് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നിഴലെങ്കിലും തങ്ങളുടെ മേൽ പതിക്കാൻ രോഗികളെ വഴിയിൽ കിടത്തിയിരുന്നു. ആ നിഴൽ തട്ടിപ്പോലും അനേകർ സൗഖ്യം പ്രാപിച്ചു. ജോപ്പയിൽ വെച്ച് വിശ്വാസിനിയായ തബീത്തയെ പത്രോസ് പ്രാർത്ഥനയിലൂടെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു. ആദ്യ സഭയിൽ പത്രോസ് നല്ല സാക്ഷ്യം, ജ്ഞാനം, പരിശുദ്ധാത്മാവ് ലഭിച്ച 7 പേരെ അന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ ക്രമീകരിച്ചു. പത്രോസ് എഴുതിയ 2 ലേഖനങ്ങൾ ബൈബിളിൽ സ്ഥാനം നേടി. യെരുശലേമിന് ശേഷം പത്രോസ് അന്ത്യോക്യയിൽ പോയി അവിടുത്തെ സഭയ്ക്ക് നേതൃത്വം നൽകി. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് റോമിലേക്ക് പോകുന്നതിന് മുൻപ് അന്ത്യോക്യയിലെ ആദ്യത്തെ മെത്രാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഏതാണ്ട് AD 42 പത്രോസ് റോമിലെത്തി. അവിടെയുള്ള ചെറിയ ക്രൈസ്തവ സമൂഹത്തെ അദ്ദേഹം സംഘടിപ്പിച്ചു. റോമിലെ സഭയുടെ ആദ്യത്തെ ബിഷപ്പായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വിശുദ്ധ പൗലോസ് ശ്ലീഹായും ഇതേ കാലയളവിൽ റോമിൽ സുവിശേഷം പ്രഘോഷണം നടത്തിയിരുന്നു. ഇരുവരും ചേർന്ന് റോമിലെ സഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. AD 64 റോം നഗരത്തിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ഇതിന്റെ ഉത്തരവാദിത്തം നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെച്ചു. ഇതോടെ ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് ഒരു വിനോദ പരിപാടിയായി കാണുകയും അവയ്ക്കായി കൊളോസിയം പോലെയുള്ള സ്റ്റേഡിയങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഒടുവിൽ പത്രോസിനെ പിടിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും പിന്നെ നീറോയുടെ മുമ്പിൽ കൊണ്ടു ചെല്ലുകയും ചെയ്തു. അപ്പോൾ നീറോ പത്രോസിനോട് യേശുവിനെ തള്ളിപ്പറയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നിന്നെ വെറുതെ വിടാം. എന്നാൽ പത്രോസ്, യേശു തന്നെയാണ് സത്യദൈവം, യേശുവിനെ ഞാൻ പ്രസംഗിക്കും, എന്റെ ജീവൻ പോയാലും ശരി എന്ന് ഉറച്ചു നിന്നു. ഒടുവിൽ വത്തിക്കാൻ കുന്നിലെ നീറോയുടെ സർക്കസ് മൈതാനത്തിൽ വെച്ച് ക്രൂശിക്കപ്പെടാൻ വിധിച്ചു. തന്നെ ക്രൂശിക്കാൻ ഒരുങ്ങിയ പടയാളികളോട് പത്രോസ് ഒരു അപേക്ഷ നടത്തി. തന്റെ ഗുരുവായ യേശു മരിച്ചതുപോലെ മരിക്കാൻ ഞാൻ യോഗ്യനല്ലെന്നും തന്നെ തലകീഴായി ക്രൂശിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം ക്രിസ്തുവിനായി ജീവൻ നൽകി. പത്രോസിനെ അടക്കം ചെയ്തത് വത്തിക്കാൻ കുന്നിലെ ഒരു സാധാരണ ശ്മശാനത്തിലായിരുന്നു. AD 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പത്രോസിന്റെ കല്ലറയ്ക്ക് മുകളിൽ ഒരു ബസിലിക്ക പണിതു. ഇന്ന് നാം കാണുന്ന ലോക പ്രശസ്തമായ വത്തിക്കാൻ ബസിലിക്ക നിൽക്കുന്നത് പത്രോസിന്റെ കല്ലറയ്ക്ക് കൃത്യം മുകളിലാണ്. പത്രോസിന്റെ സാന്നിധ്യം കൊണ്ടാണ് റോം കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായി മാറിയത്. ജൂൺ 29-നാണ് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നത്.